നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷേഡഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് സ്ട്രേറ്റ് ലൈനിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. സ്ട്രേറ്റ് ലൈനിൽ നമ്മൾ 2 ടൈപ്പ് പഠിച്ചിരുന്നു. ആ 2 ടൈപ്പിൽ ഫസ്റ്റ് ടൈപ്പ് നമ്മൾ 2 മെത്തേഡിലും സെക്കൻഡ് ടൈപ്പ് നമ്മൾ 3 മെത്തേഡിലും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഷേഡഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഫെദർ ഡിസൈനിൽ സ്റ്റോൺ വെച്ച് എങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു ഫെദർ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് പഠിച്ച സമയത്ത് ഇത് തന്നെ സെയിം വരച്ച് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഞാൻ വീണ്ടും വരച്ച് കാണിക്കാത്തത്. സെൻറ്ററിൽ നമുക്ക് ഏത് സ്റ്റോൺ ആണോ ഒട്ടിക്കേണ്ടത് ആ സ്റ്റോണിൻ്റെ സ്പേസ് വരച്ചു കൊടുക്കുക. ഇനി സ്റ്റോണിന് ചുറ്റും നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് വിടണം. അതിനുശേഷം 2 ലൈൻസ് കൂടി നമുക്ക് ഇതുപോലെ ആർക്ക് പോലെ വരച്ചു കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്താൽ മതി. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നീഡിൽ കുത്തി ത്രെഡ് എടുത്തു. ഇനി തൊട്ട് മുകളിലുള്ള ലൈനിൽ ഒരു ചെയിൻ സ്റ്റിച്ച്, അതിന് മുകളിലുള്ള ലൈനിൽ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തു. നീഡിൽ റിവേഴ്സ് കൊണ്ടുവന്ന് താഴത്തെ ലൈനിൽ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇനി വീണ്ടും തൊട്ട് മുകളിലത്തെ ലൈനിൽ ഒരു ചെയിൻ സ്റ്റിച്ച്, അതിന് മുകളിലത്തെ ലൈനിൽ ഒരു ചെയിൻ സ്റ്റിച്ച്, നീഡിൽ റിവേഴ്സ് കൊണ്ടുവന്ന് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു 1 സൈഡ് ഫുള്ള് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ ഇന്നർ സർക്കിൾ ഫുള്ള് ഫില്ല് ചെയ്തും വരും, ഔട്ടർ സർക്കിൾ ഇതുപോലെ ഗ്യാപ്പിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് വരും. ആ ഒരു ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ സ്റ്റിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായതുകൊണ്ട് സ്പീഡിൽ കാണിച്ചു പോകാം. ആ ഡ്രോ ചെയ്തിരിക്കുന്ന ലൈനിലൂടെ തന്നെ ചെയ്തു വരികയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ സ്റ്റിച്ചിൽ ഏറ്റവും പ്രധാനം ഷേപ്സ് ആണ്. 2 സൈഡും ഒരേപോലെ ഷേപ്പ് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ച് കാണാൻ ഒരു ഭംഗി ഉണ്ടായിരിക്കത്തില്ല. മോട്ടിഫായിട്ടൊന്നും നമ്മൾ യൂസ് ചെയ്ത ഒരു ലുക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇപ്പോൾ 1 സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ ഔട്ടർ സർക്കിളിൽ ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റിച്ച്, അതായത് ഈ ഒരു ബേസ് സ്റ്റിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള മോട്ടീവ് ഡിസൈൻസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഔട്ടർ സ്റ്റിച്ചിലെ ഗ്യാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ച് കാണാൻ അത്ര ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ ആ ഒരു മോട്ടീഫിൻ്റെ ബേസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സെയിം അത് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു എന്നേ ഉള്ളൂ. ഷേഡിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഫസ്റ്റ് ലൈനില്ലേ, ഇതാ ഞാനിപ്പോൾ നീഡിൽ വെച്ചിരിക്കുന്നത്, ആ ഒരു ഫസ്റ്റ് ലൈനിന് തൊട്ട് താഴെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷേഡിങ് 2 ടൈപ്പായിട്ട് ഒരു 5 മെത്തേഡ് കാണിച്ചിരുന്നു. ഈ 5 മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്കിവിടെ ഷേഡിങ്ങിന് യൂസ് ചെയ്യാം. ഞാനിവിടെ സെക്കൻഡ് ടൈപ്പിൽ സെക്കൻഡ് മെത്തേഡ് കാണിച്ചില്ലേ, ആ ഒരു സെക്കൻഡ് ലൈനിന് തൊട്ട് മുകളിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഷേഡിങ്, ആ ഒരു ഷേഡിങ്ങാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. അതിന് ശേഷം ആ ഒരു സെക്കൻഡ് ലൈനിന് തൊട്ട് മുകളിലായിട്ട് ആ ഒരു ലോങ് ചെയിൻ ചെയ്തിട്ടില്ലേ, അതിൻ്റെ ഓരോ ചെയിൻ്റെയും ഇടയിൽ നമുക്ക് നീഡിൽ കുത്തി ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. അടുത്ത ഷെയ്ഡ് നമുക്ക് വീണ്ടും തൊട്ടടുത്ത ആ ഒരു ലോങ് ചെയിൻ്റെ ഇടയിലെ ഗ്യാപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതുപോലെ ഓരോ ലോങ് ചെയിൻ്റെ ഇടയിലെ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഓരോ ഷെയ്ഡ് കൊടുത്ത് വരാം. ഷെയ്ഡിങ് കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ബട്ടൺ ഹോൾ മെത്തേഡിലാണ്. അതുപോലെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ തൊട്ട് താഴെയായിട്ട് കൊടുക്കാതെ സൈഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു സ്റ്റിച്ച് നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ സ്റ്റിച്ച് നമുക്ക് ഫ്ലവേഴ്സിന് ഷെയ്ഡിങ് കൊടുക്കാനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലെ ഫെദർ സ്റ്റിച്ച് ചെയ്യുന്നതിന് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവ്സിലൊക്കെ നമ്മൾ ഫെദർ ഡിസൈൻസ് ഒക്കെ ചെയ്യത്തില്ലേ, അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യാം. അതുപോലെ പീക്കോക്കിൻ്റെ പാച്ച് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഫെദേഴ്സായിട്ട് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഇവിടെ ഷെയ്ഡിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം കേട്ടോ. ഇതുപോലെ എൻഡിങ്ങിൽ നമ്മൾ ഒരു ലൈൻ മുന്നേ തന്നെ ഷെയ്ഡിങ് ഫിനിഷ് ചെയ്താലും കുഴപ്പമില്ല. കാരണം നമുക്ക് ഔട്ടർ ലൈന് ബീഡ്സ് കൊണ്ട് ഫില്ല് ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് ആ ഒരു എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു സൈഡ് നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഈ സ്റ്റിച്ച് എപ്പോഴും സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. എങ്കിലേ നമുക്ക് ആ ഒരു എൻഡിങ്ങിലുള്ള ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതാ ഫസ്റ്റ് ബേസ് ചെയ്യുമ്പോഴും അതുപോലെ ഈ ഷെയ്ഡിങ് ചെയ്യുമ്പോഴും നമ്മൾ സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു ഡിസൈനിന് നമ്മൾ മുകളിൽ കാണിച്ച ഏത് ഷെയ്ഡിങ് വേണേലും കൊടുക്കാം കേട്ടോ.
പിന്നെ ഫസ്റ്റ് ടൈപ്പ് ഷെയ്ഡിംഗ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആർക്ക് കൂടി ഇതുപോലെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇവിടെ നമ്മൾ 3 ലൈനിലല്ലേ സ്റ്റിച്ച് ചെയ്തത്, പക്ഷേ ഫസ്റ്റ് ടൈപ്പ് ഷെയ്ഡിംഗ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 4 ലൈൻസ് ഇതുപോലെ ആർക്ക് പോലെ ഡിസൈൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയൊക്കെ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റോൺ വെച്ച് ഡിസൈൻ ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി സെൻറ്ററിൽ നമുക്ക് ആ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോണിന് ചുറ്റും അതുപോലെ ആ ഒരു ഡിസൈനിന് ചുറ്റും നമുക്ക് ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഔട്ട്ലൈനായിട്ട് ബീഡ്സ് തന്നെ യൂസ് ചെയ്യണം എന്നില്ല, നമുക്ക് ചെയിൻ സ്റ്റിച്ചിൽ വേണമെങ്കിലും ഔട്ട്ലൈൻ കൊടുക്കാം. അല്ലെങ്കിൽ ഗോൾഡൻ ബീഡ്സ് തന്നെ യൂസ് ചെയ്യണമെന്നുമില്ല, നമുക്ക് ആ ഒരു സ്റ്റോണിൻ്റെ കളർ വേണമെങ്കിലും ബീഡ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയ്ഡിങ് കൊടുത്ത കളർ വേണമെങ്കിലും ബീഡ്സ് യൂസ് ചെയ്യാം. ത്രെഡ് വർക്ക് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് സിൽക്ക് ത്രെഡിൻ്റെ ഔട്ട്ലൈൻ വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ സെറി ത്രെഡിൻ്റെ ഔട്ട്ലൈൻ കൊടുത്താലും മതി. ബീഡ്സിൽ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി ഒരു ടൈപ്പ് കൂടി ഞാൻ ഫെദർ ഡിസൈൻ കാണിക്കാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഷെയ്ഡിങ് ഡിസൈനിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന പിക്ചർ കണ്ടാൽ അറിയാം, ഇവിടെ ഞാൻ ഒരു ലൈൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ നമ്മൾ ഏത് സ്റ്റോണാണോ ഒട്ടിച്ചു കൊടുക്കുന്നത് ആ സ്റ്റോണിനുള്ള സ്പേസ് വരച്ചു കൊടുക്കണം. ഞാനിവിടെ ഈ സ്റ്റോണാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോണിൻ്റെ അതേ സൈസിൽ തന്നെ ഞാൻ ആ ഒരു ഫസ്റ്റ് ലൈൻ ഡ്രോ ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മളിത് വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ, സെയിം അതേ സൈസിലാണ്. ഇനി അതിന് ചുറ്റുമായിട്ട് ഞാൻ ഡ്രോ ചെയ്തിട്ടില്ലേ, അതിന് ചുറ്റുമായിട്ട് ഡ്രോ ചെയ്തിരിക്കുന്നത് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്. ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസും നമ്മൾ ഇതുപോലെ തന്നെ ഡ്രോ ചെയ്ത് മാറ്റണം, എന്നിട്ടാണ് നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി ഔട്ടറിലായിട്ട് ഞാൻ 3 ലൈൻസ് ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ 2 ലൈൻസ് ആയിരുന്നു ഡ്രോ ചെയ്യുന്നത്. ഇതിന് മുന്നേ ഉള്ള ഫെദർ സ്റ്റിച്ചൊക്കെ നമ്മൾ ചെയ്തപ്പോൾ 2 ലൈൻസാണ് ഡ്രോ ചെയ്തത്. ഇവിടെ ഞാൻ 3 ലൈൻസ് ഡ്രോ ചെയ്തിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത ഫെദർ സ്റ്റിച്ചില്ലേ, സെയിം അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ബേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ ബേസ് ലൈൻ, അതായത് ലൈൻ നമ്പർ 1. ഇനി അടുത്തത് മിഡിൽ ലൈൻ, അതായത് ലൈൻ നമ്പർ 2. അടുത്തത് തേർഡ് ലൈൻ, അതായത് ടോപ്പ് ലൈൻ. ഇപ്പോൾ ലൈനിൻ്റെ നമ്പർ പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ സ്റ്റിച്ചും നമ്മൾ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഒരു സൈഡ് ചെയ്യും, അതിനുശേഷം തൊട്ടടുത്ത സൈഡ് ചെയ്യും. ചെയ്യുന്ന മെത്തേഡിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, അതിനുശേഷം സെക്കൻഡ് ലൈനിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച്, അതിനുശേഷം തേർഡ് ലൈനിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച്, നീഡിൽ റിവേഴ്സ് കൊണ്ടുവന്ന് ഫസ്റ്റ് ലൈനിൽ ഒരു ചെയിൻ സ്റ്റിച്ച്, അതിനോട് ചേർന്ന് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച്. ഇതേ രീതിയിൽ നമുക്ക് ഈ ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് തന്നെയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലാസ് 1 തൊട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്യണം. ഈ സ്റ്റിച്ച് സ്ട്രൈപ്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ചിൽ നമ്മൾ വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ സ്പീഡിൽ കാണിച്ചു പോകുന്നത്. കഴിഞ്ഞ 3-4 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് തന്നെയാണ് പഠിക്കുന്നത്. ഇവിടെയും ആ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിച്ചോണം. കാരണം താഴേക്ക് വരുമ്പോഴത്തേക്ക് തീരെ കട്ടി കുറവായിരിക്കും ആ ഒരു 3 ലൈനുകൾ വരുന്നത്. അതായത് ആ 3 ലൈനുകൾ വന്ന് ചേരുന്ന ആ ഒരു പോയിൻറ്റ്. അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പം കറക്റ്റ് ആ ഒരു ഷേപ്പിനനുസരിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇവിടെയും ലാസ്റ്റിൽ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇനി ഇവിടെ ഷെയ്ഡിങ് കൊടുക്കേണ്ടത്, നമ്മൾ ആ ഒരു ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് സ്പേസ് കൊടുത്തില്ലേ, അതിന് തൊട്ട് മുകളിലായിട്ട് കുറച്ച് സ്ഥലം കിടക്കുന്നില്ലേ, അവിടെയാണ് നമുക്ക് ഷെയ്ഡിങ് കൊടുക്കേണ്ടത്. നമ്മുടെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ലൈനിൽ നിന്നാണ്. ഇവിടെയും നമുക്ക് ഈ ഒരു മുകളിൽ കാണിച്ച 5 മെത്തേഡും യൂസ് ചെയ്യാം. ഞാനിവിടെ ബേസിക് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, അതിനുശേഷം നമ്മൾ ആ ഒരു പിങ്ക് കളറിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റിച്ചില്ലേ, ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റിച്ചിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് നീഡിൽ കുത്തി ത്രെഡ് എടുത്ത് ആ നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ ഒരു ചെയിൻ സ്റ്റിച്ച്, ഒരു ലോക്ക് സ്റ്റിച്ച്. ഇവിടെ ലോക്ക് കൊടുക്കാതെ വേണമെങ്കിലും നമുക്ക് അടുത്ത ചെയിൻ എടുത്ത് റിവേഴ്സ് കൊണ്ടുവരാം. അത് ആ ഒരു ബേസ് ലൈനിൻ്റെ സ്ഥല സൗകര്യം അനുസരിച്ച് ലോക്ക് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യാം. ചെറിയ മോട്ടിഫാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലോക്ക് കൊടുക്കാനുള്ള സ്പേസ് കാണത്തില്ല, അല്ലാതെ തന്നെ ഫില്ലായി പോവും. അതേസമയം വലിയ മോട്ടിഫാണ് നമ്മൾ ചെയ്യുന്നത്, വലിയ ഫെദറാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ലോക്ക് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും.
അധികം സ്പേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് അടുത്ത ചെയിൻ അങ്ങ് എടുത്താൽ മതി. ഇതേപോലെ ആ ഒരു പിങ്ക് കളറിൻ്റെ ഇടയിലായിട്ട് നമുക്ക് സെക്കൻഡ് ചെയിൻ കൊടുത്ത് നീഡിൽ റിവേഴ്സ് കൊണ്ടുവരണം. സൈഡിൽ വരുമ്പോഴത്തേക്ക് സ്പേസ് കുറവാണ്, അതുപോലെ സ്ലാൻറ്റിംഗ് ആയിട്ടാണ് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. താഴേക്ക് വരുന്തോറും വീതിയും കുറഞ്ഞുകൊണ്ട് വരും. ഇപ്പോൾ വൺ സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇനി ഇതേപോലെ ഈ ഒരു സൈഡ് കൂടി നമുക്ക് ഫിനിഷ് ചെയ്യാം. അരി വർക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണിത്. നമ്മളെപ്പോഴും പീക്കോക്ക് ഫെദർ ഈ ഒരു മെത്തേഡിലാണ് കൂടുതലും സ്റ്റിച്ച് ചെയ്യാറ്. ഇമ്പോർട്ടൻറ്റ് മാത്രമല്ല, നല്ല ഭംഗിയുള്ള സ്റ്റിച്ചുമാണ്. ഈ സ്റ്റിച്ച് മോട്ടിഫായിട്ട് തന്നെ നമ്മൾ ചുരിദാറിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അതുപോലെ നമ്മുടെ സെറ്റ് സാരിയിൽ, സെറ്റ് മുണ്ടിൽ, ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ പീക്കോക്കിൻ്റെ ചെറിയൊരു മോട്ടീഫും അത് കഴിഞ്ഞ് അതിൻ്റെ ഫെദർ ഇങ്ങനെ മുകളിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേണിലൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയാണ്. ഈ സ്റ്റിച്ചിൻ്റെ ഭംഗി കൂടുതലും കളർ കോമ്പിനേഷനിലും കൂടിയാണ് കേട്ടോ. ഒരു ഡാർക്ക് കളറും അതേ ഷെയ്ഡ് തന്നെ ലൈറ്റ് കളർ എടുത്താലും നല്ല ഭംഗിയാണ്, അതല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളർ എടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയാണ്. ഇവിടെ ലാസ്റ്റിൽ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബീഡ്സും കൂടി സ്റ്റിച്ച് ചെയ്യാം. ബീഡ്സും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നേരത്തെ ക്ലാസ്സുകളിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതിൽ സ്പീഡിൽ കാണിച്ചു പോകുന്നത്. അതിന് ക്ലാസ്സായിട്ട് പറഞ്ഞു തരാത്തത് അതുകൊണ്ടാണ്. ബീഡ്സോ ചെയിൻ സ്റ്റിച്ചോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്